ഹസൻ എന്ന അല്ലെങ്കിൽ ഓഷ്നിക് എന്ന ഹൈപ്പർസോണിക് മിസൈൽ റഷ്യ ഉക്രൈനിൽ അയച്ചതിനു ശേഷം ഇന്നുവരെയും അതിന്റെ ശക്തി ഈ ലോകത്തിൽ കുറഞ്ഞിട്ടേയില്ല. ഇങ്ങനെ ഒരു പുതിയ തരം ആയുധം റഷ്യയുടെ ഇൻവെന്ററിയിൽ ഉള്ളതുപോലും ആർക്കും അറിയില്ലായിരുന്നു. വീണ്ടും പല രഹസ്യ ഉൽപ്പന്നങ്ങൾ റഷ്യയുടെ ആയുധപ്പുരയിൽ ഉണ്ടാകാം. എന്നാണോ റഷ്യ ഉക്രൈൻ യുദ്ധം അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നത്, അന്ന് ഈ മിസൈലുകൾ എല്ലാം ഉക്രൈനെതിരെ മാത്രമല്ല നാറ്റോക്കെതിരെയും റഷ്യ ഉപയോഗിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന പല പ്രഖ്യാപനങ്ങൾ പുറത്തു വന്നു. ഇതിനിടയിൽ യാതൊരു ശബ്ദവുമില്ലാതെ മറ്റൊരു സംഭവം നടന്നു. റഷ്യ മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ഉക്രൈനിൽ ഫയർ ചെയ്തു. അത് ശരിയാണ്. എന്നാൽ മിസൈൽ ഇമ്പാക്ട് ഉണ്ടാക്കി എന്ന് പറഞ്ഞ ഈ നിപ്രോവ് റീജിയൻ, അവിടെ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? അവിടെ എന്തുകൊണ്ട് റഷ്യ ലക്ഷ്യം വെച്ച് ആക്രമിക്കണം? അത് സംബന്ധിക്കുന്ന പല വാർത്തകൾ ഇപ്പോൾ പുറത്തുവരികയും ഒരു വലിയ തരംഗം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഒരു കൗണ്ടർ ഒഫൻസീവിന് വേണ്ടി ഉക്രൈൻ അവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ടൺ കണക്കിന് ആയുധം അവിടെ കൊണ്ടുപോവുകയും അവരുടെ കൗണ്ടർ ഒഫൻസീവിനു വേണ്ടി അതെല്ലാം ശേഖരിച്ചു വച്ചിരിക്കുകയായിരുന്നു. അവിടെയാണ് റഷ്യ ഇപ്പോൾ ആക്രമിച്ചത്. കൂടാതെ നാറ്റോയുടെ പ്രധാനപ്പെട്ട ബേസിന് മുകളിൽ അടുത്തിടെ അൺനോൺ ഡ്രോൺസ് ഏതാനും മണിക്കൂറുകൾ പറക്കുകയും അവിടെ നിന്ന് ചില ചാരവിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. ഇതിനുശേഷം അതിനെ ഇന്റർസെപ്റ്റ് ചെയ്യാനായി നാറ്റോ അവരുടെ വിമാനങ്ങളെ അയച്ചു. ഇങ്ങനെ പല സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഇവയെല്ലാം ഈ ഒരു വീഡിയോയിലൂടെ വിശദമായി അറിയാം. റഷ്യൻ പ്രസിഡന്റ് ഒരു പ്രസ്താവന നൽകി. അവരുടെ ടെലിവിഷനിൽ ഒരു സന്ദേശം നൽകി. അദ്ദേഹത്തോട് ആദ്യം ചോദിച്ച ചോദ്യം, റഷ്യ ഒരുപാട് ആയുധങ്ങൾ വെച്ചിട്ടുണ്ട്, എന്നാൽ ഈയൊരു ആയുധത്തെ മാത്രം എന്തുകൊണ്ട് ഉപയോഗിക്കണം? ഇതിനേക്കാൾ ശക്തമായ ആയുധം ഒരുപാടുണ്ടല്ലോ. ഇതിനേക്കാൾ ശക്തമായ ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽസും സമാനമായ ഈ 3000 കിലോമീറ്റർ റേഞ്ചുള്ള പല മിസൈൽസ് റഷ്യൻ ആയുധപ്പുരയിലുണ്ട്. എന്നാൽ അവയെല്ലാം മാറ്റിവെച്ചിട്ട് എന്തുകൊണ്ട് ഈ പുതിയ തരം മിസൈൽ ഉക്രൈനുള്ളിൽ ഉപയോഗിക്കണം? ഇതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ വളരെ ലളിതമായി അദ്ദേഹം ഒരേയൊരു കാര്യം പറഞ്ഞ് അവസാനിപ്പിച്ചു. ഞങ്ങളുടെ പക്കൽ ആയുധങ്ങൾ ഉണ്ടെന്നുള്ളത് പുറം ലോകത്തെ കാണിക്കണം എന്ന ആവശ്യം ഞങ്ങൾക്ക് ഇല്ല. എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളെല്ലാം ഒരുമിച്ച് റഷ്യയെ ഒറ്റപ്പെടുത്താനായി വെപ്പൺ പ്രൊഡക്ഷനിൽ റഷ്യയെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന ചിന്തയിലാണ് ഉള്ളത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഇവയെല്ലാം ഞങ്ങളെ കൊണ്ട് തരണം ചെയ്യാൻ കഴിയും എന്ന് ഞങ്ങൾ ഈ ലോകത്തെ കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ മിസൈൽ ഫയർ ചെയ്തത്. ഇതിനേക്കാൾ വളരെ ശക്തമായ രഹസ്യ പ്രോജക്റ്റുകൾ റഷ്യയ്ക്കുണ്ട്. അവയെല്ലാം ലോകം കാണണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനും ഞങ്ങൾ തയ്യാറാണ്. എന്നാൽ എന്ന് ഈ മിസൈൽ എല്ലാം പുറം ലോകത്തിലേക്ക് വരണം, എന്ന് ഈ മിസൈൽസ് എല്ലാം റഷ്യ അയക്കണം എന്നുള്ളത് ശത്രുക്കളുടെ കൈകളിലാണുള്ളത് എന്ന് ഇൻഡയറക്റ്റായി നാറ്റോ വേഴ്സസ് റഷ്യ അവിടെ സൂചിപ്പിച്ചു. ഇപ്പൊ ഈ ചിത്രം നിങ്ങൾ നോക്കുക. ISW, BBC ഇങ്ങനെ ഒരുപാട് മാധ്യമങ്ങൾ ഈ ഒരു ഇമേജ് ഹെഡ്ലൈൻസിൽ വയ്ക്കുകയും വാർത്ത പുറത്തുവിടുകയും ചെയ്തു. ഇപ്പോ ഉക്രൈനിലേക്ക് അയച്ച ഈ ഒരു മിസൈലിനെ കൊണ്ട് എത്ര സമയത്തിൽ നാറ്റോയിലുള്ള പ്രധാനപ്പെട്ട യൂറോപ്യൻ രാജ്യങ്ങളെ, UK, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി ഇങ്ങനെയുള്ള രാജ്യങ്ങളെ എത്ര സമയത്തിൽ ചെന്ന് ആക്രമിക്കാൻ കഴിയും എന്ന് വ്യക്തമായി അവർ അതിൽ കാണിച്ചു. ലണ്ടനെ ആക്രമിക്കാൻ വെറും 16-17 മിനിറ്റ് മാത്രമാണ് ആവശ്യം. ഏകദേശം 2000 മൈൽ ദൂരെയാണ്. അതുപോലെ ബ്രസൽസിനെ ആക്രമിക്കാൻ 14 മുതൽ 15 മിനിറ്റ് വരെ ആകും. പാരീസിനെ ആക്രമിക്കാൻ 15 മുതൽ 16 മിനിറ്റ് വരെ എടുക്കും. റോമിനെ ആക്രമിക്കാൻ 13 മുതൽ 12 മിനിറ്റ് എടുക്കും. ബെർലിൻ ഉള്ളതിൽ വെച്ച് വളരെ ഷോർട്ടസ്റ്റ് റേഞ്ച് ആണ്. ഇതിന് 11 മിനിറ്റ് ആയിരിക്കും എടുക്കുക. ഇങ്ങനെ ഈ മിസൈൽ ലോഞ്ച് ചെയ്ത അടുത്ത 1/4 മണിക്കൂറിനുള്ളിൽ ഈ രാജ്യങ്ങളെ എല്ലാം ആക്രമിക്കാൻ, നശിപ്പിക്കാൻ ആവശ്യമായ ആയുധങ്ങൾ, ഇങ്ങനെ ഈ മിസൈൽ ലോഞ്ച് ചെയ്ത് അടുത്ത 1/4 മണിക്കൂറിനുള്ളിൽ ആ രാജ്യങ്ങളെ നശിപ്പിക്കാൻ കഴിവുള്ള ഒരു ആയുധം ഇപ്പോ ഉക്രൈനിലേക്ക് അയച്ചതിലൂടെ ഈ രാഷ്ട്രങ്ങൾ എല്ലാവർക്കും അതൊരു സുരക്ഷാ പ്രശ്നമായി മാറിയിരിക്കുകയാണ് എന്ന് പല ചർച്ചകൾ നടക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. റഷ്യയ്ക്ക് എതിരെ ഏതെങ്കിലും ഒരു ആക്രമണം ഉക്രൈൻ നടത്തിയാൽ അതവർ എങ്ങനെയാണോ സംസാരിക്കുന്നത്, അതിലും വലിയ രീതിയിലാണ് ഇതിനെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നത്. അപ്പോ ഇതിലൂടെ തന്നെ ആ മിസൈലിന്റെ ശക്തി എത്രത്തോളമാണെന്ന് നിങ്ങളെ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. പൊതുവെ റഷ്യയെക്കുറിച്ച് അല്ലെങ്കിൽ റഷ്യൻ മിസൈൽസിനെ കുറിച്ച് പാശ്ചാത്യ മാധ്യമങ്ങൾ ഒന്നും തന്നെ സംസാരിക്കില്ല. അങ്ങനെ ഒരു ടെസ്റ്റ് നടന്നു, മിസൈൽ ഫയർ ചെയ്തു, ഇങ്ങനെയുള്ള വലിയ വാർത്തകളൊന്നും പറയാതെ അത് മൂടി മറയ്ക്കും. അധികമായും ഇന്നുവരെ പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ മിസൈലിനെ കുറിച്ച് കഴിഞ്ഞ 3 ദിവസമായി സംസാരിക്കുന്നുണ്ട്.
അപ്പോ ഇതൊന്ന് മാത്രം മതി ഈ മിസൈലിന്റെ ക്യാപ്പബിലിറ്റിയെ മനസ്സിലാക്കിയെടുക്കാൻ. ഇതിന്റെ റേഞ്ച് എല്ലാം നമ്മൾ മനസ്സിലാക്കി. ഇത്ര ദൂരം ചെന്നത് ആക്രമിക്കും, ഇത്ര ദൂരം വരെയും ഇതിന്റെ റേഞ്ച് ഉണ്ടെന്നൊക്കെ. ഏത് രീതിയിലുള്ള ടാർഗറ്റിനെ ആയിരിക്കും ഈ ഒരു മിസൈലിൽ റഷ്യ ഫീഡ് ചെയ്തത്? നിപ്രോ റീജിയണിൽ ആക്രമിച്ചു, അറിയാം. MIRV സാങ്കേതിക വിദ്യ ഉപയോഗിച്ചു, അതും അറിയാം. ആദ്യമായി ഇപ്പോഴാണ് ലൈവ് ബാറ്റിലിൽ MIRV സാങ്കേതിക വിദ്യ ഉപയോഗിച്ചത്. കൗണ്ടർ ഒഫൻസീവ്. അവസാനമായി ഈ ഒരു വാക്ക് ഉക്രൈൻ വഴി നമ്മൾ എപ്പോ കേട്ടു എന്ന് ചോദിച്ചാൽ 2023 ജൂലൈ മാസത്തിൽ. അപ്പോഴാണ് റഷ്യയ്ക്ക് എതിരെ ഒരു വലിയ കൗണ്ടർ ഒഫൻസീവ് നടത്താനായി ലെപ്പേർഡ് പീരങ്കികളും മറ്റ് പല പീരങ്കികളും കൊണ്ടുപോയി റഷ്യയ്ക്ക് മുൻപിൽ ബലി കൊടുത്തത്. അതിൽ ഉക്രൈൻ അനുകൂലമായ ഒരു വിജയവും അവർക്കവിടെ ലഭിച്ചില്ല. ഉക്രൈന് ഫേവറായി സംസാരിക്കുന്നവരായാലും അല്ലെങ്കിൽ റഷ്യയ്ക്ക് അനുകൂലമായി സംസാരിക്കുന്നവരായാലും ആ സമയത്ത് ഉക്രൈൻ ചെയ്ത കൗണ്ടർ ഒഫൻസീവ് ഒരു വലിയ പരാജയം എന്ന് തന്നെയാണ് സംസാരിച്ചത്. ഇതുപോലെ അടുത്ത 2 മാസത്തിൽ തന്നെ ഈ ഒരു യുദ്ധത്തിന്റെ ഫലം എന്താണെന്ന് അറിയും. എന്നാൽ അതിനു മുൻപ് റഷ്യയിൽ നിന്ന് എത്രത്തോളം ഭൂമി പിടിച്ചെടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ റഷ്യയെ എത്രത്തോളം ഒറ്റ സ്ഥലത്ത് തന്നെ പിടിച്ചു നിർത്താൻ കഴിയുമോ, അതിനെല്ലാം ആവശ്യമായ കുറഞ്ഞത് 40-45 ടൺ സ്ഫോടക വസ്തുക്കൾ 11 സെക്ടേഴ്സായി വിഭജിച്ച് അവരവിടെ മറച്ചു വച്ചിരിക്കുകയാണ് എന്ന വിവരം പുറത്തു വന്നു. ഉക്രൈൻ ഇതുവരെയും ഇത് സ്ഥിരീകരിച്ചില്ല. എന്നാൽ ഇതിനുള്ള തെളിവുകൾ ഒരുപാട് ലഭിച്ചിട്ടുണ്ട്. കാരണം റഷ്യയുടെ ഈ ഒരു മിസൈൽ അവിടെ ഇമ്പാക്ട് സൃഷ്ടിച്ചതിനു ശേഷം ഒരു ഘട്ടത്തിൽ സെക്കൻഡറി എക്സ്പ്ലോഷൻ സംഭവിച്ചു. ഈ സെക്കൻഡറി എക്സ്പ്ലോഷൻ സംഭവിക്കുന്നത് ഒരു സാധാരണ കാര്യമാണ്. ചെറിയ ബങ്കറിനെ ആക്രമിച്ചാലോ ചെറിയ വെടിമരുന്ന് ഡെപ്പോസിനെ ആക്രമിച്ചാലും അതിനകത്തുള്ള സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിക്കുമ്പോൾ സെക്കൻഡറി എക്സ്പ്ലോഷൻ ഉണ്ടാകും. എന്നാൽ ഒരു 3-4 മണിക്കൂറോളം അവിടെ ഒരു തീപിടുത്തമുണ്ടായി. വളരെ കഷ്ടപ്പെട്ടാണ് ആ തീ അവർ അണച്ചത്. കൂടാതെ ഈ 3-4 മണിക്കൂർ സെക്കൻഡറി എക്സ്പ്ലോഷൻ മാത്രം സംഭവിക്കണമെന്നുണ്ടെങ്കിൽ നിരവധി ടൺ കണക്കിന് സ്ഫോടക വസ്തുക്കൾ അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ അത് സംഭവിക്കൂ. അല്ലെങ്കിൽ അതിനാവശ്യമായ തന്മാത്രകൾ ഉണ്ടായിരിക്കണം. അപ്പോ ഉക്രൈൻ എന്തോ ഒരു വലിയ കാര്യം അവിടെ ചെയ്യണം എന്ന് ചിന്തിച്ച് അവരുടെ ആയുധങ്ങളെല്ലാം അവിടെ ശേഖരിച്ചു വെച്ചിരുന്നു. റഷ്യ അത് ലക്ഷ്യം വെച്ച് ആക്രമിച്ചത് ഉക്രൈൻ ഒരു വലിയ നഷ്ടമായി മാറി. കൂടാതെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്റ്റഡി ഓഫ് വാറിൽ നിന്ന് ഇന്നലെ ഒരു ആർട്ടിക്കിൾ റിലീസ് ചെയ്തു. അതിൽ പറഞ്ഞത് ഉക്രൈന്റെ പക്കൽ നിന്നും എങ്ങനെയാണ് ഡേറ്റ റഷ്യയിലേക്ക് പോകുന്നത്. പല ഉക്രൈൻ സൈനികർ ഉക്രൈന്റെ സീക്രട്ട് ലൊക്കേഷൻസ്, എവിടെയെല്ലാമാണ് ഉക്രൈൻ അടുത്ത് ആക്രമിക്കാൻ പോകുന്നത്, ഇങ്ങനെയുള്ള എല്ലാ ഡേറ്റ റഷ്യക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ അങ്ങനെ നൽകിക്കൊണ്ടിരിക്കുന്ന റേഷ്യോ അധികമാകുന്നു എന്ന ഒരു വലിയ കുറ്റാരോപണം ഉക്രൈൻ നേരെ നടത്തി. ഇത് സത്യമാണെങ്കിൽ ഉക്രൈനെ നശിപ്പിക്കാൻ മറ്റാരും ആവശ്യമില്ല. അവർക്കുള്ളിലുണ്ടാകുന്ന പ്രശ്നം തന്നെ എത്രയും പെട്ടെന്ന് ഉക്രൈനെ നശിപ്പിക്കും. ഇതിനിടയിലാണ് UK വെച്ച് മറ്റൊരു സംഭവം ഉണ്ടായത്. RAF ലെഗോൺ ഹീത്ത് യൂറോപ്യൻ ഭൂഖണ്ഡത്തിലുള്ളതിൽ വെച്ച് നാറ്റോയുടെ വളരെ പ്രധാനപ്പെട്ട എയർബേസ് ആണ്. യൂറോപ്യൻ ഭൂഖണ്ഡത്തിൽ ലോങ് റേഞ്ച് മിഷൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന, കൂടാതെ F-35 ഈ ഒരു ബേസിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു സിസ്റ്റം മറ്റേത് ബേസിലും സൃഷ്ടിച്ചിട്ടില്ല. ഈ ബേസിന് മുകളിൽ അടുത്തിടെ 2 ദിവസം മുൻപ് അൺനോൺ ഏരിയൽ ഒബ്ജക്ട്, പ്രധാനമായും അളവിൽ വലുതായ ചാര ഡ്രോണുകൾ 2-3 മണിക്കൂർ വരെയും ഈ ഒരു ബേസിനെ ചുറ്റിക്കറങ്ങാൻ തുടങ്ങി. പലതവണ ബേസിനെ വട്ടമിട്ട് പറക്കുക മാത്രമല്ല, പല വിവരങ്ങൾ അവിടെ നിന്നും ശേഖരിക്കുകയും ചെയ്തു എന്ന് പറയുന്നു. അമേരിക്കയുടെ F-15 വിമാനങ്ങളെ ഈ ഡ്രോൺസിനെ ഇന്റർസെപ്റ്റ് ചെയ്യാനായി തിരിച്ചുവെന്നുള്ള വിവരങ്ങളും പുറത്തുവന്നു. പല മാധ്യമങ്ങൾ ഇത് സ്ഥിരീകരിച്ചില്ലെങ്കിലും അമേരിക്കയുടെ പക്കൽ നിന്നോ അല്ലെങ്കിൽ നാറ്റോയുടെ പക്കൽ നിന്നും ഈസ്റ്റേൺ കമാൻഡിൽ നിന്നും യാതൊരു അറിയിപ്പും പുറത്തു വന്നിട്ടില്ല. എന്നാൽ എന്തോന്ന് അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഒരു വശത്ത് ഉക്രൈനുള്ള റഷ്യയുടെ ആക്രമണം വർദ്ധിക്കുകയാണ്. മറുവശത്ത് യൂറോപ്യൻ റീജിയണിൽ അസ്ഥിരമായ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയാണ്. ഇത് എത്ര പേർക്ക് മനസ്സിലാകും എന്നറിയില്ല. അസ്ഥിരമായ പല പ്രശ്നങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ കഴിഞ്ഞ 3 മാസങ്ങളിൽ മാത്രം ജർമ്മനിയിൽ പ്രധാനമായും ആയുധം ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയിൽ 18 തവണ തീപിടുത്തമുണ്ടായി. 18 തവണ ഒരു സാധാരണ ചെറിയ ഒരു സ്ഫോടനമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇലക്ട്രിസിറ്റി ലീക്ക് കാരണം സംഭവിച്ചതല്ല. മിസറബിൾ കോസസ്. എങ്ങനെ ഈ തീപിടുത്തം ഉണ്ടായി എന്നതിന്റെ കാരണം പോലും അറിയില്ല. അങ്ങനെയുള്ള പല കാരണങ്ങളാൽ പല സ്ഥലങ്ങളിലും തീപിടുത്തമുണ്ടായി. മറുവശത്ത് UK, ലണ്ടനൊക്കെ നോക്കിയാൽ ഇടയ്ക്കിടയ്ക്ക് അവരുടെ ബേസിന് മുകളിൽ ചാര ഡ്രോണുകൾ പറക്കാൻ തുടങ്ങുന്നു. ഇതൊക്കെ വളരെ സുരക്ഷാ പ്രദേശങ്ങളിലാണ് ഉള്ളത്. ചുറ്റും എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. ആ കവചത്തിന് കീഴിലാണ് ഇതെല്ലാം ഉള്ളത്. എന്നാൽ അതിനുമപ്പുറം ഈ ഒരു ഡ്രോൺ എവിടെ നിന്ന് വരുന്നു, പെട്ടെന്ന് എവിടേക്ക് പോകുന്നു, ഇതിനെ ട്രാക്ക് ചെയ്യാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ ഒരുപാട് സംഭവങ്ങൾ നടക്കുകയാണ്. ഒരു പക്ഷേ ഇത് പരസ്പരം ബന്ധപ്പെട്ട കാര്യമായിരിക്കാം. ഇതിനിടയിൽ റഷ്യ അവരുടെ ചില എയർ ഡിഫൻസ് സിസ്റ്റം യൂണിറ്റ്സ്
നോർത്ത് കൊറിയയിലേക്ക് അയക്കാൻ പോകുന്നതായി സൗത്ത് കൊറിയയിൽ നിന്നും ഒരു ചാരവിവരം പുറത്തുവന്നു. 12,000 സൈനികർ നോർത്ത് കൊറിയയിൽ നിന്നും റഷ്യയിലേക്ക് പോയതുകൊണ്ട് അതിന് പകരം ഇങ്ങനെ ഒരു സഹായം റഷ്യ നോർത്ത് കൊറിയയ്ക്ക് ചെയ്തതായി പറയുന്നു. എന്നാൽ റഷ്യയുടെ അപ്ഡേറ്റഡ് വാർത്തയൊന്നും പുറത്തു വന്നില്ല. ഇപ്പോഴത്തേക്ക് ഈ സംഭവങ്ങളെല്ലാം വലുതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും റഷ്യയുടെ ഈ ഒരു ഒറ്റ മിസൈൽ സ്ട്രൈക്ക് ഇന്റർനെറ്റ് മുഴുവനും വിറപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ ഇമ്പാക്റ്റിൽ നിന്നും പലരും പുറത്തു വന്നിട്ടേയില്ല. കാരണം ഇതൊരു സാധാരണ കാര്യമേ അല്ല. ഇത്രത്തോളം റേഞ്ചുള്ള ഒരു മിസൈൽ, അതും MIRV സാങ്കേതിക വിദ്യയുള്ള മിസൈൽ ആദ്യമായി ഉപയോഗിച്ചുവെന്നത് മാത്രം അല്ല, അതിനെ ആരെക്കൊണ്ടും ഇന്റർസെപ്റ്റ് ചെയ്യാൻ പോലും സാധിച്ചില്ല. ഇപ്പൊ റഷ്യ അതിനെ ഫയർ ചെയ്തു. ഉക്രൈനെതിരെ ഇന്റർസെപ്റ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ ഇത് ഇത്ര വലിയ സംസാര വിഷയമായി മാറിയിരിക്കില്ല. വളരെ ശക്തിയാർന്ന പാട്രിയോട്ട് ഉക്രൈനിലുണ്ട്. അതുകൂടാതെ അമേരിക്കയുടെ റേഡാർ സ്റ്റേഷൻസും അമേരിക്കയുടെ ചാര ഉപഗ്രഹങ്ങൾ എല്ലാം പാട്രിയോട്ടിന് ആവശ്യമായ കോർഡിനേറ്റ്സ് നൽകുന്നുണ്ട്. ലൈവായി 24/7 ഈ പ്രോസസ് നടക്കുകയാണ്. എന്നിട്ടും അകത്തേക്ക് വന്ന ഈ മിസൈലിനെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഉക്രൈന് മാത്രമായിട്ടുള്ള ഒരു പ്രശ്നം അല്ല. ഉക്രൈൻ യുദ്ധം ഇന്നോ നാളെയോ അവസാനിക്കും. ഇത് മുഴുവൻ നാറ്റോയ്ക്കും ഒരു വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ്. ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.